ന്യൂസിലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന നഴ്സുമാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത CV യൂസ് ചെയ്തിട്ടാണ് ക്ലയന്റിന് ജോബ് കിട്ടിയിട്ടുള്ളത്. ക്ലയന്റ് ഹൈലി സാറ്റിസ്ഫൈഡ് ആയ ഈ ടെംപ്ലേറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊരു CVയും പോലെ നമ്മൾ ആദ്യം നെയിം ആൻഡ് ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോൺടാക്ട് ഇൻഫോർമേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷനും ലിങ്ക്ഡിൻ പ്രൊഫൈലും ആഡ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആദ്യം തന്നെ കൊടുക്കുമ്പോൾ നമ്മളെപ്പറ്റി ഒരു ബേസിക് ഐഡിയ എംപ്ലോയർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മളിവിടെ കൂടുതൽ സ്പേസ് ഒന്നും എടുത്തിട്ടില്ല. കണ്ടന്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യണം. ന്യൂസിലൻഡിലേക്കുള്ള CV ആയതുകൊണ്ട് കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് താഴോട്ട് പോയാൽ അറിയാം പ്രൊഫഷണൽ മെമ്പർഷിപ്പ് അഥവാ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂസിലൻഡിലേക്ക് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലാംഗ്വേജ് കോമ്പിറ്റൻസി മാക്സിമം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് അടക്കം വളരെ അക്യുറേറ്റ് ആയിട്ടാണ് നമ്മളിതും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എമർജൻസി, മെഡിക്കൽ, സർജിക്കൽ ആൻഡ് ICU വാർഡ്സിലാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കീ സ്കിൽസ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ സമ്മറിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് വേണം നമ്മൾ പ്രൊഫൈൽ സമ്മറി തയ്യാറാക്കാൻ. ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ആഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വർക്ക് എക്സ്പീരിയൻസിൽ നോക്കിയാൽ അറിയാം ന്യൂസിലൻഡ് CV ആയതുകൊണ്ട് തന്നെ ക്യാപ്പ് എക്സ്പീരിയൻസ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് റെഫറൻസ്. നമ്മൾ മിനിമം ഒരു 2 റെഫറൻസ് എങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ റെസ്യൂമ് ഒരു ജെനുവിൻ ആയിട്ട് എംപ്ലോയർക്ക് ഫീൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ന്യൂസിലൻഡ് CVയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റിന്റെ വീഡിയോ ഫ്രീ ആയിട്ട് താഴെ കമന്റ് ചെയ്യുക.